നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ യോഗം നടന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഉപവസിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച പതാക ഉയരും. സമ്മേളനം മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. സമാന്തര സർവീസുകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഓട്ടോ ഡ്രൈവർമാർ പണിമുടക്കി. പള്ളിക്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി നടന്നു. കാടുമൂടിയ കാഞ്ഞങ്ങാട് മിനി സ്റ്റേഡിയത്തിന് കാഞ്ഞങ്ങാട് കലാ കായിക സാംസ്കാരിക സമിതി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം. നീലേശ്വരം രാജവംശത്തിന്റെ കീഴിലുള്ള ലാൻഡ് ട്രിബ്യൂണൽ കെട്ടിടം പൈതൃക മ്യൂസിയമാക്കാൻ നടപടി തുടങ്ങി. നോർത്ത് കോട്ടച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ തറവാട് വീട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനാചരണം യൂത്ത് കോൺഗ്രസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ഉപവാസം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് ചോയങ്കോട് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, ബാലകൃഷ്ണൻ പെരിയ, DV ബാലകൃഷ്ണൻ, VP പ്രദീപ് കുമാർ, KP മോഹനൻ, രവീന്ദ്രൻ ചേടി റോഡ്, അരവിന്ദാക്ഷൻ നായർ, M കുഞ്ഞികൃഷ്ണൻ, VV സുഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ സംഘടിത ശബ്ദമായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് നഗരം ഒരുങ്ങി. സ്ത്രീ സുരക്ഷയും വർഗീയത സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും സമ്മേളനം ചർച്ച ചെയ്യും. നവംബർ 2 മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 600 പ്രതിനിധികൾ പങ്കെടുക്കും. വ്യക്തി നിയമങ്ങളിലെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ സമ്മേളനത്തിൽ ശക്തമായ ചർച്ചകൾ ഉയർന്നുവരും. ആകാശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെയുള്ള തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 588 പ്രതിനിധികളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൽ കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടും. സ്ത്രീകൾ വലിയ രീതിയിലുള്ള ചൂഷണത്തിന് വിധേയമാവുന്ന ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. സ്ത്രീകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. നാട്ടിലുള്ള ആചാരങ്ങൾ അത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായ രീതിയിൽ വലിയ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ട് പ്രയോഗിക്കപ്പെടുന്നു. സർക്കാരുകളുടെ നയങ്ങൾ, ആ നയങ്ങളുടെ ഭാഗമായിട്ട് വിലക്കയറ്റത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പരിഹാരം? ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന സ്ത്രീകളെ എങ്ങനെ കൂടുതൽ സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടും. ചൊവ്വാഴ്ച വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ P കരുണാകരൻ MP പതാക ഉയർത്തും. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക കഴിഞ്ഞ ദിവസം ആലപ്പുഴ മൊഹമ്മയിലെ സുശീല ഗോപാലൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ടു. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ പൈവളികെ രക്തസാക്ഷി നഗറിൽ നിന്നും പുറപ്പെടും. പതാക കയ്യൂരിൽ നിന്നും കൊണ്ടുവരും. നവംബർ 4 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് 25,000 വനിതകൾ അണിനിരക്കുന്ന പ്രകടനവും നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണിമുടക്കി. സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് നിർത്തലാക്കുക, സമാന്തര സർവീസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണിമുടക്കിലേർപ്പെട്ടത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. RTO ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഓട്ടോ ടാക്സി കോൺഫെഡറേഷൻ CA2 ജില്ലാ പ്രസിഡന്റ് P. ഉണ്ണിനായർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരള സംസ്ഥാനത്തിന് ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ ഇഷ്ടംപോലെ പെർമിറ്റ് നൽകി ഓടുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ട്. 88-ലെ മോട്ടോർ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ തന്നെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വാഹനത്തിന്റെ വേണ്ടത്ര ഇല്ലാത്തതിന്റെ ഭാഗമായി അത്തരം പ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 88-ലെ മോട്ടോർ നിയമം ഭേദഗതി ചെയ്തത്. ആ മോട്ടോർ നിയമം ഇന്ത്യ രാജ്യത്തിനകത്താണ് ഭേദഗതി ചെയ്തത്. ആ ഇന്ത്യ രാജ്യത്തിനകത്തെ ഭേദഗതി വരുമ്പോൾ തന്നെ നമ്മുടെ പോലുള്ള കേരളത്തിനകത്ത് ഇഷ്ടംപോലെ വാഹനങ്ങൾ പെരുകുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ട്. BMS ജില്ലാ സെക്രട്ടറി സത്യനാഥ് അധ്യക്ഷനായി. INTC നേതാവ് ശശി, AITC നേതാവ് രാജൻ, STU നേതാവ് കരീം കുശാൽ നഗർ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് രാഘവൻ പള്ളത്തുങ്കാൽ, C. ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ കിഴക്കങ്കര, ഷുക്കൂർ ഭാവ നഗർ, HD ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വമേകി. പള്ളിക്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. AP മുഹമ്മദ് ഹാജി നഗറിലാണ് പരിപാടി നടന്നത്. ഭരണകക്ഷികൾ തന്നെ ശ്രമിക്കുന്നു. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയെയും നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ട മതേതര കക്ഷികളും കാര്യമായ ശ്രമങ്ങളൊന്നും പള്ളിക്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ശരീഅത്ത് സംരക്ഷണ റാലി സംഘടിപ്പിച്ചത്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി പൂച്ചക്കാട് മഖാം പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി MA ഖാസിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മതത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. അത് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നാം എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ പള്ളിക്കര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ മാത്രമല്ല, ജമിയത്തുൽ മുഅല്ലിമീനും അതേപോലെ തന്നെ മാനേജ്മെന്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെക്കുള്ള മാനേജ്മെന്റും അതേപോലെ തന്നെ സമസ്തയുടെ കീഴ്ഘടകങ്ങളായിരിക്കുന്ന SKSS-ഉം SYS-ഉം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മറ്റെല്ലാ സംഘടനകളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗും അതേപോലെ തന്നെ മറ്റേ വേണമെങ്കിൽ ഇന്ന് കോൺഗ്രസും എല്ലാവരും ഒരുപോലെ ഏക സിവിൽ കോഡിനെ ആവശ്യമുള്ളതല്ല എന്ന് കരുതിയിരിക്കുകയാണ്. തൊട്ടി അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി. സത്താർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദീഖ് പള്ളിപ്പുഴ, ബഷീർ വെള്ളിക്കോത്ത്, അബ്ദുള്ള, മുസ്തഫ, ഹംസ ഹാജി, അബൂബക്കർ ഹാജി, കുഞ്ഞബ്ദുള്ള ഹാജി, സോളാർ കുഞ്ഞഹമ്മദ് ഹാജി, അബ്ദുള്ള ഹാജി, അബ്ദുൾ റഹ്മാൻ അൽ ഖാസിമി, അബ്ബാസ് മീത്തൽ തുടങ്ങിയവർ സംസാരിച്ചു. കാടുമൂടിയ കാഞ്ഞങ്ങാട് മിനി സ്റ്റേഡിയം ക്ലബ്ബ് പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശുചീകരിച്ചു. കാഞ്ഞങ്ങാട് കലാ കായിക സാംസ്കാരിക സമിതി പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. കാഞ്ഞങ്ങാട് മിനി സ്റ്റേഡിയം കാടുമൂടിയ അവസ്ഥയിലായിരുന്നു. നിരവധി ആളുകൾ ഇവിടെ പ്രഭാത വ്യായാമത്തിനും പരിശീലനത്തിനുമായി എത്തുന്നുണ്ടെങ്കിലും കാടുമൂടിയ അവസ്ഥയിലായത് കാരണം ഇവിടേക്ക് പ്രവേശിക്കാത്ത അവസ്ഥയിലാണ്. കാഞ്ഞങ്ങാട് കലാകായിക സാംസ്കാരിക പ്രവർത്തകർ ഇതിൽ ഇടപെടുകയും കാടുമൂടിയ അവസ്ഥയിലായിരുന്ന മിനി സ്റ്റേഡിയം ശുചീകരിക്കുകയുമായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ മിനി സ്റ്റേഡിയമാണ്. വസ്തുർഗ് HS ഉപയോഗിക്കുന്ന ഒരു മൈതാനം കൂടിയാണ്. കാലാകാലങ്ങളിലായി ഇതിവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. 100 കണക്കിന് ആൾക്കാർ ഇവിടെ രാവിലെ കായികാഭ്യാസം നടത്താൻ വരുന്നുണ്ടെങ്കിലും ഇതിനെ ആരും തന്നെ ശ്രദ്ധിക്കാതെ കിടക്കുകയാണ്. കാട് പിടിച്ചത് കാരണം ഇവിടെ കായികാഭ്യാസത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നുണ്ട്. ആ അവസ്ഥയിലാണ് കാഞ്ഞങ്ങാട് കലാ കായിക സാംസ്കാരിക സമിതിയും മലബാർ ഗോൾഡിന്റെ ജീവനക്കാരും മറ്റ് ഇവിടെ അഭ്യാസം ചെയ്യാൻ വരുന്ന ആൾക്കാരുടെയും സഹായത്തോടു കൂടി ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇനി ഭാവിയിൽ ഇതിനെ നല്ല രീതിയിൽ കായികാഭ്യാസം നടത്തുവാനുള്ള ഒരു ഗ്രൗണ്ടാക്കി തീർക്കുകയാണ് ഈ ഉദ്യമത്തിന്റെ
ലക്ഷ്യം. ശുചീകരണ പ്രവർത്തനത്തിൽ നാട്ടുകാരും സംബന്ധിക്കുകയുണ്ടായി. ചന്ദ്രൻ പെറ്റ്സ്, അഡ്വക്കേറ്റ് ഗോപി, ബാബു കുന്നത്ത് തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. നീലേശ്വരം രാജവംശത്തിന് കീഴിലുള്ള ലാൻഡ് ട്രിബ്യൂണൽ കെട്ടിടം പൈതൃക മ്യൂസിയമാക്കാൻ തീരുമാനം. ഉടമസ്ഥർ സമ്മതിച്ചാൽ പുരാവസ്തു വകുപ്പ് കെട്ടിടം വില കൊടുത്തു വാങ്ങും. സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ചു. നീലേശ്വരം കൊട്ടാരം കേരള പുരാവസ്തു വകുപ്പിന് കീഴിൽ പൈതൃക മ്യൂസിയമാക്കി മാറ്റുന്നതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയാണ് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചത്. എല്ലാ ജില്ലയിലും പൈതൃക മ്യൂസിയങ്ങൾ തുടങ്ങുമെന്ന വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നീലേശ്വരം കൊട്ടാരത്തിനാണ് മുൻഗണന. നേരത്തെ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കൊട്ടാരം നിലവിൽ രാജവംശത്തിന്റെ അധീനതയിലാണ്. സ്ഥലം വില കൊടുത്തു വാങ്ങി പൈതൃക പ്രാധാന്യം നിലനിർത്തി സംരക്ഷിക്കുക, സ്ഥലമുടമകൾ അനുവദിച്ചാൽ പൈതൃക മ്യൂസിയമാക്കി രാജവംശത്തിന് തന്നെ കൈമാറുക എന്നിവയാണ് ആലോചനയിലുള്ളത്. രാജവംശം പ്രതികളുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ ധാരണയിലെത്താനാണ് തീരുമാനം. ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ആറാട്ട്, പൂരക്കടവുകൾ അതേപടി നിലനിർത്തി കോവിലകം ചിറയും ഇത്തരത്തിൽ വികസിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. നഗരസഭാ അധ്യക്ഷൻ പ്രൊഫസർ കെ പി ജയരാജൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പി വി മുഹമ്മദ് റാഫി, സി സി കുഞ്ഞിക്കണ്ണൻ, കൗൺസിലർമാരായ ഇറവാട്ട് മോഹനൻ, പി വി രാധാകൃഷ്ണൻ, പി കെ രതീഷ്, പി മനോഹരൻ, കെ വി സുധാകരൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട് നടക്കും. നവംബർ 2-ന് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സുഭാഷിണി അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന നഗരിൽ ഉയർത്താനുള്ള കൊടി ആലപ്പുഴ മുഹമ്മയിലെ സുശീല ഗോപാലൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമരം പൈവളികെ രക്തസാക്ഷി നഗറിൽ നിന്നും നവംബർ 1-ന് കാഞ്ഞങ്ങാട്ടെത്തും. സംഘാടക സമിതി ചെയർമാൻ പി കരുണാകരൻ MP പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 14 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് സുഭാഷിണി അലിയാണ്. സഖാവ് സുധാ സുന്ദർ രാമൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മാലിനി ഭട്ടാചാര്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഖാവ് യു വാസുകി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദേശീയ നേതാക്കന്മാരൊക്കെ സമ്മേളനത്തിൽ വളരെ 3 ദിവസവും നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ സജീവ സാന്നിധ്യമായി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നവംബർ 2-ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. 3-ാം തീയതി വൈകുന്നേരം നടക്കുന്ന കലാസന്ധ്യ മന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 4-ന് വൈകിട്ട് കാഞ്ഞങ്ങാട്ട് 1,00,000 പേർ പങ്കെടുക്കുന്ന പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പി കരുണാകരൻ MP, മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി സതീദേവി, ജില്ലാ സെക്രട്ടറി ഇ പത്മാവതി, കേന്ദ്ര കമ്മിറ്റി മെമ്പർ VP ജാനകി, ജില്ലാ പ്രസിഡന്റ് M സുമതി തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികൾക്ക് സംഗീത ശില്പത്തോടെയായിരിക്കും സ്വാഗതം. ചെറുവത്തൂർ കുട്ടമത്ത് സംഗീത ശില്പം തയ്യാറാക്കുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ സ്വാഗതം ചെയ്യാനുള്ള സംഗീത ശില്പം പരിശീലനം ആരംഭിച്ചു. ഉദ്ഘാടന ദിവസം ഇത് അവതരിപ്പിക്കും. കുട്ടമത്ത് മലബാർ വി രാമൻ നായർ ഗ്രന്ഥാലയത്തിലാണ് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. പോരാട്ടങ്ങളുടെയും അതിജീവനങ്ങളുടെയും ചരിത്രഗാഥയെ സ്വാഗതഗാനത്തിലൂടെ ഓർമ്മപ്പെടുത്തും. സംഗീതവും നൃത്തവും ഒരേ സമയം അരങ്ങിൽ അവതരിപ്പിക്കും. വനിതകളും വിദ്യാർത്ഥികളുമടക്കം 30 പേരാണ് സംഗീത ശില്പത്തിൽ അണിനിരക്കുന്നത്. മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ കിഴക്ക് യൂണിറ്റ് പ്രവർത്തകരാണ് ഗാനം ആലപിക്കുന്നത്. കുട്ടമത്ത് മലബാർ വി രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്ത പഠന കേന്ദ്രമാണ് നൃത്തം അവതരിപ്പിക്കുന്നത്. കൊടക്കാട് രാഘവന്റെ രചനയ്ക്ക് ഗംഗൻ കരുവള്ളൂരാണ് സംഗീതം ഒരുക്കുന്നത്. ബാബു പിലിക്കോടാണ് നൃത്താവിഷ്കാരം കൈകാര്യം ചെയ്തിരിക്കുന്നത്.
കോൺഗ്രസ് പുല്ലൂർ ഏരിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലൂരിൽ അനുസ്മരണ യോഗം നടന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനാചരണം പുല്ലൂർ പെരിയ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. പുല്ലൂർ പ്രിയദർശിനി മന്ദിരപരിസരത്തായിരുന്നു അനുസ്മരണ യോഗം നടന്നത്. KPCC നിർവാഹക സമിതി അംഗം പി ഗംഗാധരൻ നായർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 32 വർഷമായി ഇന്ദിരാജി ഭരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വാസം പലരും വരുന്നില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പഴയ ആൾക്കാർ ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ, അത് ഇന്ദിരാഗാന്ധി എന്നവർ പറയും. അവരിപ്പോഴും അത് മരിച്ചത് ഉൾക്കൊള്ളുന്നില്ല. ഇന്ദിരാജി ഉണ്ടായപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. പി. പരമേശ്വരൻ നായർ അധ്യക്ഷനായി. DC സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽവീട്, KV ഗംഗാധരൻ, T. തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി അനുസ്മരണം സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ വിയോഗം മൂലം രാജ്യത്തിനുണ്ടായ നഷ്ടം വർഗീയ ശക്തികൾ മുതലെടുക്കുന്നതാണ് ആധുനിക ഭാരതം നേരിടുന്ന വെല്ലുവിളിയെന്ന് കോൺഗ്രസ് നേതാവ് M. അസൈനാർ പറഞ്ഞു. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇന്ദിരാജി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്മരാജൻ ഐങ്ങോത്ത് അധ്യക്ഷനായി. KP മോഹനൻ, പ്രവീൺ തോയമൽ, രഞ്ജിത്ത് ഐങ്ങോത്ത്, വിക്രമൻ കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. DCC ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന അനുസ്മരണ പരിപാടിയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീധരൻ, KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, KPCC മെമ്പർ PA അഷ്റഫ് അലി, അഡ്വക്കേറ്റ് A. ഗോവിന്ദ് നായർ, MC പ്രഭാകരൻ, ബാലകൃഷ്ണൻ പെരിയ, CV ജെയിംസ്, കരുൺ താപ്പ, PV സുരേഷ്, K. ഖാലിദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും വലിയ രാജകീയ സൗഭാഗ്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടായിട്ടും അതെല്ലാം നേടാൻ കഴിയാതെ നാടിനു വേണ്ടി ഹോമിക്കപ്പെട്ട ഒരു ജീവിതമായി പിൽക്കാലത്തും ഒരു അധികാരത്തിൽ വന്നപ്പോൾ മാറേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് KSRTC ഡിപ്പോയിൽ ധർണ സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കുക, LIC NDR കുടിശ്ശിക കൃത്യമായും അടക്കുക, KSRTCയിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള KSRTC ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 7 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ധർണാ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജില്ലാ പ്രസിഡന്റ് M. ബാബു അധ്യക്ഷത വഹിച്ചു. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി NCT ഗോപിനാഥൻ, മേഖലാ സെക്രട്ടറി K. രതീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് A. കേശവ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂണിറ്റ് തലത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സദ്ഗുരു സ്വാമി നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി ലോഗോ പ്രകാശനവും നടന്നു. സദ്ഗുരു സ്വാമി നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷൻ രൂപീകൃതമായി. ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള അവരുടെ ക്ലാസുകളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി പറ്റും. അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനുള്ള അവസരം കൂടി ഉണ്ട്. അതുപോലെ തന്നെ CS ഡിപ്പാർട്ട്മെന്റ് ചെയ്തപോലെ തന്നെ ഈ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ മെക്കാനിക്കലും സിവിലും അതുപോലെ തന്നെ ECയും ഇതേപോലെ തന്നെ അസോസിയേഷൻ രൂപീകരിച്ച് നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ ശാന്തപ്രിയ ലോഗോ പ്രകാശനം ചെയ്തു.
KV ഗണേശൻ, ശ്രീരാജ്, അഖില, മുർഷിദ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റായി സഫീനയെയും വൈസ് പ്രസിഡന്റായി വിഷ്ണുവിനെയും തെരഞ്ഞെടുത്തു. രാമഗിരി ചെന്താരകം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തി. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രാമഗിരിയിലെ ചെന്താരകം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെന്താരകം പ്രസിഡന്റ് MK സുരേഷ് അധ്യക്ഷനായി. ദേശാഭിമാനി ഗ്രന്ഥാലയം പ്രസിഡന്റ് K. പവിത്രൻ, കലാകേന്ദ്രം സെക്രട്ടറി ജിതിൻ, പ്രഭു രാമഗിരി, മണി അത്തിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ശുചിത്വ കേരള മിഷൻ ഫാക്കൽറ്റി മെമ്പർ K. മാധവൻ നമ്പ്യാർ ക്ലാസ് കൈകാര്യം ചെയ്തു. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷിച്ചു. കുടുംബ സംഗമവും നടന്നു. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നെല്ലിത്തറ ഗ്രീൻ വാലിയിലാണ് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നത്. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ MS പ്രദീപ് മുഖ്യാതിഥിയായി. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് A. രാജീവൻ അധ്യക്ഷനായി. K. നാരായണൻ നായർ, അനിൽ KG, B. യതീഷ് പ്രഭു, BV രാജേഷ്, K. നാരായണൻ നായർ, അനിൽ KG, B. യതീഷ് പ്രഭു, BV രാജേഷ്, KV ശ്രീജിത്ത് രാജ്, വില്യംസ് ജോസഫ്, വിജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി B. മുകുന്ദപ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് നാരായണന്റെ മാജിക് ഷോയും അരങ്ങേറി. തുടർന്ന് ഗാനമേളയും നടന്നു. കുടുംബസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും കുടുംബാംഗങ്ങൾ ദീപാവലി ആഘോഷിക്കുകയുണ്ടായി. നോർത്ത് കോട്ടച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ തറവാട് വീട് നവീകരണം തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ തറവാട് വീട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. കളിയാട്ടത്തോടനുബന്ധിച്ച് ക്ഷേത്രമറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കുരിക്കൽ നാരായണൻ മാവുങ്കാൽ ആദ്യ ഫണ്ട് കൈമാറി. ക്ഷേത്രം രക്ഷാധികാരി മടിക്കി കമാരൻ ഫണ്ട് ഏറ്റുവാങ്ങി. ശ്രീ കുരിക്കൽ നാരായണൻ മാവുങ്കാലിൽ നിന്നും കുമ്മണാർ കളരി രക്ഷാധികാരി. കുമ്മണാർ കളരി എന്ന് പറഞ്ഞാൽ പേര് കേട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കളരിയാണ്. അതിൻ്റെ ഒരാസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് 3 താവഴി എന്നത് 3 താവഴിയായി നിൽക്കട്ടെ. പക്ഷേ ഒരു തറവാട് ഒരു വീട് എന്ന നിലക്ക് ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. ഈ അഭിപ്രായം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിനോട് യോജിക്കുകയും സഹകരിക്കുകയുമാണ് ചെയ്തത്. ആ വീട് ജീർണിച്ച നിലയിലുള്ള വീടാണ്. ജീർണതയിൽ നിന്നും അതിനെ മാറ്റി പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്. ആ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ തുടക്കമാണ് ഇവിടെ ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ആചാരക്കാരുടെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ മൂത്തച്ഛൻ, ഇളയച്ഛൻ, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി മോഹനൻ പരപ്പ, കൃഷ്ണൻ കുന്നുമ്മൽ, KV ബാബു, ജയൻ വെള്ളിക്കോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കുന്നുപാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. കമ്പവലി മത്സരവും സംഘടിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കുന്നുപാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചത്. DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മധു മുതിയക്കാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇങ്ങനെ പോലീസുകാർക്കും അതുപോലത്തെ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ ചർച്ച ആർക്കാ ഗുണം? അത് ഹിന്ദു തീവ്രവാദികൾ, ഭീകരവാദികൾക്കാണ്, വർഗീയവാദികൾ. അവരാണല്ലോ ഇപ്പൊ പോത്തിന്റെയും പശുവിന്റെ ഒക്കെ പുറകെ പോകുന്നു. പോത്ത് കൊണ്ടുവന്ന വണ്ടിയെ പിടിച്ച് ആളെ കൊല്ലുക, പോത്തിനെ ഇറക്കി വിടുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്ന ഘട്ടത്തിലാണല്ലോ സമാന്തരമായി കേരളത്തിലും പോലീസുകാർക്ക് താടി വെക്കാൻ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ മതത്തിൽ എന്ന ചിന്ത വരുന്നത്. നമ്മുടെ ജലീൽ മന്ത്രി നല്ല മറുപടി കൊടുത്തത്, നിങ്ങൾ 18 ആളുണ്ടല്ലോ MLA മാർ, ആർക്കെങ്കിലും താടി ഉണ്ടോ ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനാ പോലീസുകാർക്ക് താടി? P. രാജേഷ് അധ്യക്ഷനായി. ബല്ലാരാജൻ, M. ബാലകൃഷ്ണൻ, P. കാര്യമ്പു, PK ബാലൻ, ശാന്തകുമാരി, P. രാധാകൃഷ്ണൻ, PK പ്രജീഷ്, B. മാധവൻ, MV രാഘവൻ, കൃഷ്ണപ്രകാശ്, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുരുഷ, വനിതാ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കമ്പവലി മത്സരവും നടന്നു. എടുക്കുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ യോഗം നടന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഉപവസിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച പതാക ഉയരും. സമ്മേളനം മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. സമാന്തര സർവീസുകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഓട്ടോ ഡ്രൈവർമാർ പണിമുടക്കി. പള്ളിക്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി നടന്നു. കാടുമൂടിയ കാഞ്ഞങ്ങാട് മിനി സ്റ്റേഡിയത്തിന് കാഞ്ഞങ്ങാട് കലാ കായിക സാംസ്കാരിക സമിതി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം. നീലേശ്വരം രാജവംശത്തിന്റെ കീഴിലുള്ള ലാൻഡ് ട്രിബ്യൂണൽ കെട്ടിടം പൈതൃക മ്യൂസിയമാക്കാൻ നടപടി തുടങ്ങി. നോർത്ത് കോട്ടച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ തറവാട് വീട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.